Hello students. So thermodynamics നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു thermodynamicsൽ നമുക്ക് നോക്കേണ്ട കുറച്ച് സ്പെസിഫിക് തിങ്സ് ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കംസ് അണ്ടർ ഇൻട്രൊഡക്ഷൻ ഈസ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് നമ്മൾ അറിയുക. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പം ബിഫോർ ദാറ്റ് വാട്ട് ഈസ് എ സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എനി പ്രിസ്ക്രൈബ്ഡ് സ്പേസ് ഓർ മാറ്റർ, അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രിസ്ക്രൈബ്ഡ് സ്പേസ് മീൻസ് നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലൊരു സ്പേസ് കൺസിഡർ ചെയ്തു, ആ സ്പേസിനെയാണ് നമ്മൾ സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓർ എൽസ് എ മാറ്റർ. ഇപ്പം ഈ ഒരു പെൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു മാറ്ററാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം: എ പ്രിസ്ക്രൈബ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു മാറ്റർ. അതിനെയാണ് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ആ സിസ്റ്റത്തിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് പഠിക്കുന്നത് തന്നെ ഒരു എനർജി ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻഡെപ്തായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഓപ്പൺ സിസ്റ്റം നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് എനർജിയാണ് കൺസിഡർ ചെയ്യുന്നത്: മാസ് ട്രാൻസ്ഫർ ആൻഡ് എനർജി ട്രാൻസ്ഫർ. അപ്പം നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ മാസും ട്രാൻസ്ഫർ ആവുന്നുണ്ട്, എനർജിയും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ക്ലിയർ? അപ്പം നമുക്കൊരു മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്പൺ വെസലിൽ കുറച്ച് വാട്ടർ എടുത്ത് ഹീറ്റ് ചെയ്യുക. അപ്പം വാട്ടർ വേപ്പറായിട്ട് മാസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ആ വെസലിൻ്റെ പുറത്തോട്ട് നമുക്ക് ഹീറ്റ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫറും ഉണ്ട്, മാസ് ട്രാൻസ്ഫറും ഉണ്ട്. ദെൻ സെക്കൻഡ് ഈസ് ക്ലോസ്ഡ് സിസ്റ്റം. ഇപ്പോൾ അതേ ആ ഒരു വെസൽ തന്നെ നമ്മളൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാസ് ട്രാൻസ്ഫർ സംഭവിക്കില്ല, ഓൺലി എനർജി ട്രാൻസ്ഫർ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതാണ് ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാസ് ട്രാൻസ്ഫറും ഇല്ല, എനർജി ട്രാൻസ്ഫറും ഇല്ല. തേർഡ് വൺ ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അതായത് എക്സാമ്പിളായിട്ട് നമുക്കൊരു തെർമോ ഫ്ലാസ്ക് പറയാം. ആ ഒരു തെർമോ ഫ്ലാസ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാസ് ട്രാൻസ്ഫറും ഇല്ല, നമുക്ക് എനർജി ട്രാൻസ്ഫറും ഇല്ല. നമ്മൾ ഹോട്ട് വാട്ടറൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന തെർമോ ഫ്ലാസ്ക്, അതിനകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹീറ്റും വെളിയിൽ പോകുന്നില്ല, മാസും പുറത്തോട്ട് പോകുന്നില്ല. സോ ഇറ്റ് കംസ് അണ്ടർ ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഐ ഹോപ്പ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻസ് മൂന്ന് ഡെഫിനിഷനും ക്ലിയർ ആണ്, മൂന്ന് ക്ലാസിഫിക്കേഷനും ക്ലിയർ ആണെങ്കിൽ സെക്കൻഡ് ടോപ്പിക് ഈസ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം, അതിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ബൗണ്ടറി മീൻസ് എ ലെയർ വിച്ച് സെപ്പറേറ്റ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, അതിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. ആൻഡ് പിന്നെ ഉള്ള ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം. പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു: intensive property and extensive property. Those properties which do not depend on the mass of the system, അതിനെ നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. അതായത് ആ പ്രോപ്പർട്ടീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ, നമുക്കിപ്പം ഈ ഒരു പെന്നിനെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ഇതിനെ നമ്മൾ കുറേ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ടെമ്പറേച്ചർ എടുത്ത് മെഷർ ചെയ്യുന്നു. ഈ ടെമ്പറേച്ചറും ആസ് എ ഹോൾ ഇരിക്കുമ്പോൾ ഉള്ള ടെമ്പറേച്ചറും സെയിം ആണ്. സോ ടെമ്പറേച്ചർ എന്തിനെ മാറ്റർ ആക്കുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര ഇതിനെയെല്ലാം നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് വോളിയം, ഇത് എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നതും ഇതിൻ്റെ ടോട്ടൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ വെയിറ്റ്, വോളിയം എക്സെട്ര എല്ലാത്തിനെയും നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് സൈക്കിൾ. സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് പ്രോസസ് ഹൂസ് ഇനിഷ്യൽ ആൻഡ് എൻഡ് കണ്ടീഷൻസ് ആർ സിമിലർ, അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് തുടങ്ങുന്ന സ്റ്റേറ്റിൽ തന്നെ അത് വന്ന് തീരുവാണെങ്കിൽ നമുക്ക് ആ പ്രോസസ്സിനെ ഒരു സൈക്കിൾ എന്ന് വിളിക്കാം. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എ സീരീസ് ഓഫ് പ്രോസസ് ഹൂസ് ഇനിഷ്യൽ കണ്ടീഷൻ ആൻഡ് ഫൈനൽ കണ്ടീഷൻ ആർ സിമിലർ, അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഒരു സൈക്കിൾ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ്: വാട്ട് ഡു യു മീൻ ബൈ എ പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ എ പാത്ത് ഫംഗ്ഷൻ. സപ്പോസ് ഈ ഒരു ഫിഗർ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ആ ഗ്രാഫിൽ 1 പോയിൻ്റ് ഇവിടെയുണ്ട്, സെക്കൻഡ് പോയിൻ്റ് ഇവിടെയുണ്ട്. 1-ന്ന് 2-ലോട്ട് നമുക്കൊരു എ പാത്ത് വഴിയും പോവാം, 1-ന്ന് 2-ലോട്ട് ഒരു ബി പാത്ത് വഴിയും പോവാം. അപ്പോൾ രണ്ട് പാത്ത് നമുക്ക് ഫോളോ ചെയ്യാം, എ പാത്തിൽ കൂടെയും പോവാം, ബി പാത്തിൽ കൂടെയും പോവാം.
അപ്പം എ കൂടെ നമ്മൾ എത്തുവാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷന് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു, സെക്കൻഡ് കണ്ടീഷന് നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 1 നിന്ന് 2 നമുക്ക് എ പാത്ത് വഴിയും പോവാം, 1 നിന്ന് 2 ബി പാത്ത് വഴിയും പോവാം. അപ്പോൾ 1ൻ്റെ കണ്ടീഷന് നമ്മൾ P1 എന്നും 2-ലെത്തുന്ന പ്രഷറിന് P2 എന്നും 1ൻ്റെ വോളിയത്തിന് V1 എന്നും 2ൻ്റെ വോളിയത്തിന് V2 എന്നെടുത്തു കഴിഞ്ഞാൽ ഈ P1 V1 ഫസ്റ്റ് കണ്ടീഷനും P2 V2 സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ എ വഴി പോയാലും P2 V2 തന്നെ എത്തും, ബി കൂടെ പോയാലും നമുക്ക് കിട്ടുന്ന പ്രഷറും വോളിയവും സെയിം ആണ്, P2 V2 തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇത് ഈ പറയുന്ന പ്രഷറും വോളിയവും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പ്രഷർ ആൻഡ് വോളിയം ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ്. അപ്പം അതിന് നമ്മളൊരു പോയിന്റ് ഫംഗ്ഷൻ എന്നും അതേസമയം നമ്മൾ അറിയുക വർക്ക് ഈസ് ഈക്വൽ ടു വർക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ച വർക്കിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സെയിം ഫോർമുല തന്നെയാണ് നമ്മൾക്ക് തെർമോഡൈനാമിക്സിൽ യൂസ് ചെയ്യുന്നത്, ബട്ട് ഇൻ എ വിത്ത് ഡിഫറെൻറ്റ് വേർഷൻ. അതായത് പ്രഷർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം? ഫോഴ്സ് ബൈ ഏരിയ, ഓർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വി നോ പ്രഷർ ഇൻറ്റു ഏരിയ. We can substitute this in here. അപ്പം വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സ് we can use pressure into area. So it becomes pressure into area into dx. Area into another dimension will give volume. So വർക്കിൻ്റെ ഫോർമുല നമുക്ക് എന്തെന്ന് കിട്ടും? PdV or work is equal to P into change in volume. അപ്പം നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി വി ഡയഗ്രത്തിനകത്തുള്ള ഏരിയ ഓർ ഏരിയ അണ്ടർ കർവ് ഓഫ് എ പി വി ഡയഗ്രാം വിൽ ഗെറ്റ് വർക്ക്. അപ്പം ബി കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഷെയ്ഡ് ചെയ്യാം, ഇത്രയാണ് നമ്മുടെ വർക്ക് ഡൺ. ബി പാത്തിൽ കൂടെ പോകുമ്പോൾ എ പാത്തിൽ കൂടെ പോവുകയാണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി ഡിഫറെൻറ്റ്. അതായത് ഇത്രയും വർക്കാണ് നമുക്ക് എ കൂടെ പോകുമ്പോൾ ഉള്ള വർക്ക് ഡൺ. അപ്പം നമുക്ക് ഒരു കാര്യം ഈ ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് വർക്കെന്ന് പറയുന്നത് ഒരിക്കലും പാത്തിനെ വർക്കെന്ന് പറയുന്നത് എപ്പോഴും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കിട്ടുന്നത്, അല്ലേ? അതായത് എ കൂടെ പോകുമ്പോൾ ഒരു വർക്ക് ഡണ്ണും ബി കൂടെ പോകുമ്പോൾ വേറൊരു വർക്കും. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇസ് എ പാത്ത് ഫംഗ്ഷൻ. ഇതുപോലെ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, ഹീറ്റ്. സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻ, വേറാസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പം ഈ ഹീറ്റ് നമുക്ക് ഏത് ഗ്രാഫിൽ നിന്നായിരിക്കും കിട്ടുന്നത്? ഹീറ്റ് ക്യാൻ ബി ഫൗണ്ട് ഫ്രം ദി TS ഡയഗ്രാം. ഇപ്പോൾ നമുക്ക് പി വി ഡയഗ്രത്തിനകത്തുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ഇൻട്രാക്ഷൻസ്, വർക്ക് ഇൻട്രാക്ഷൻസ് കിട്ടും. അതേപോലെ TS ഡയഗ്രാമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഹീറ്റ് ഇൻട്രാക്ഷൻസും കിട്ടും. ഓക്കെ, സോ നമ്മൾ അടുത്ത കാണുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. പ്രോസസ്സ് നമുക്ക് മെയിൻലി 2 ടൈപ്സ് ഓഫ് പ്രോസസ്സാണ് ഉള്ളത്. വൺ ഈസ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആൻഡ് അനദർ വൺ ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ ഇൻ തെർമോഡൈനാമിക്സ് നമുക്ക് ഇൻ അവർ യൂണിവേഴ്സ് നോ പ്രോസസ് ഈസ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ. അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സും ഇല്ല. അതായത് ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആവണം എന്നുള്ളതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇത് രണ്ടും ഇനീഷ്യൽ കണ്ടീഷനിലോട്ട് വന്നാൽ മാത്രമേ നമ്മൾ അവിടെ നടക്കുന്ന പ്രോസസ്സിനെ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് പാത്ത്, നമ്മൾ നേരത്തെ പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു പാത്തിനെ പറ്റി പറഞ്ഞു. അതായത് ആ പ്രോസസ്സ് നടക്കുന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്കൊരു ഡയഗ്രത്തിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും അറിയാം, ഒരു ഫൈനൽ കണ്ടീഷനും അറിയാം. ബട്ട് അത് കറക്റ്റ് ഏതൊക്കെ സ്റ്റേജസിൽ കൂടെയാണ് പാസ് ചെയ്ത് പോയി എന്ന് നമുക്ക് ഒരു പ്രോസസ്സിൻ്റെയും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് നോർമലി നടക്കുന്ന യൂണിവേഴ്സിലുള്ള എല്ലാ പ്രോസസ്സും നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ബട്ട് അത് ഏത് പാത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും 1ഉം 2നും ഇടയ്ക്കുള്ള പാത്തിന് ഡോട്ടഡ് ലൈനായിട്ടായിരിക്കണം നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റുന്നത്. ബിക്കോസ് നമുക്കതിൻ്റെ കറക്റ്റായിട്ട് ഏത് പാത്തിൽ കൂടെയാണ് ഫോളോ ചെയ്തതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഓൺലി തിങ് വി നോ ഈസ് ഇത് ഈ പാത്തിൽ കൂടെ ആയിരിക്കാൻ പോയി എന്ന് നമുക്കൊരു അസംഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കതിന് റിവേഴ്സിബിൾ പ്രോസസ്സും ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും മീൻ ചെയ്യുന്നത്. ഇനി നമുക്കിങ്ങനെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് ഓരോ സ്റ്റേജും നമുക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്യുന്ന പോയിന്റ്സ് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു നമുക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ എ വെരി സ്മോൾ പ്രോസസ്സ്, സോ ദാറ്റ്
ആ ഒരു പ്രോസസ്സ് ഒരിക്കലും ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്ക് പി വി ഡയഗ്രത്തിലോ അല്ലെങ്കിൽ ഏതൊരു ഡയഗ്രത്തിലും നമുക്ക് പ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു ഗ്യാസിനെ P1 T1 ആണ് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ. ആ ഗ്യാസിനെ P1 T1 എടുത്തിട്ട് നമ്മൾ ഓരോ ചെറിയ ഇൻഫിനിറ്റിസ്മലി വെരി സ്മോൾ വെയ്റ്റ്സ് എടുത്ത് നമ്മളിതിനെ കംപ്രസ് ചെയ്യുവാണ്. ഓരോ വെയ്റ്റ്സ് എടുത്ത് ഇടുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു പി വി ഡയഗ്രത്തിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓരോ പോയിന്റും നമുക്ക് കംപ്രഷനെ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഈച്ച് പോയിന്റും അത് വളരെ സ്മോൾ ആയതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറാതെ തന്നെ നമുക്ക് ആ പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വെരി സ്മോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്.